എനിക്ക് ഈ ജവാദിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. RSSന്റെ മതരാഷ്ട്രവാദം അത് പൊളിറ്റിക്കലാണെന്ന് താങ്കൾ പറഞ്ഞു. അത് എവിടത്തെ പൊളിറ്റിക്കലാ? RSSന്റെ മതരാഷ്ട്രവാദം പൊളിറ്റിക്കലാണോ? എങ്കിൽ പിന്നെ എന്താ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ഒക്കെ ആക്രമിക്കുന്നത് എന്തിനാ RSSകാര്? അതിന് മറുപടി പറയണ്ടേ? നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങളെ എന്തിന്റെ പേരിലെ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ഭാഷയുടെയും വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെയും ഒക്കെ പേരിൽ ആക്രമിക്കുന്നത് RSSകാര് അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മതരാഷ്ട്രവാദമാണെങ്കിൽ അവിടെ പോയി ഒന്ന് പ്രവർത്തിക്കണം ജവാദെ. എന്നിട്ട് വേണം RSSന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള മതരാഷ്ട്രവാദമാണെന്നുള്ള ആ ലേബലും അഡ്രസ്സും കൊടുക്കാൻ. താങ്കൾക്ക് നാണമല്ലേ? താങ്കൾ പറയുന്നത് സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ്. ഇനി നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ അധിക്ഷേപിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നോ തെറ്റുണ്ടെന്നോ പറയാൻ മാത്രം പ്രഗത്ഭനും വിദഗ്ധനും ഗവേഷകനും അല്ല ഞാൻ മതകാര്യങ്ങളിൽ അത്രത്തോളം വിദഗ്ധനൊന്നുമല്ല. തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ മറ്റൊരു വേദിയിൽ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ എന്നെ പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രതിനിധികളെ ഒഴിവാക്കിയിട്ട് മാതൃഭൂമി ജമാഅത്ത് ഇസ്ലാമിയുടെയും ഇതുപോലുള്ള ആളുകളെ വിളിച്ചിരുന്നിട്ട് ചർച്ച ചെയ്യണം. ഒരു കാര്യം പറയട്ടെ, കേക്ക് അവിടെ ഇരിക്കേ. താങ്കൾ പറഞ്ഞ കേട്ടില്ലേ? ഇനി ഞാൻ പറയട്ടെ. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഹിസ്റ്ററി താങ്കൾ പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തെ 10, 40, 50 കൊല്ലം കാലത്തെ മുമ്പത്തെ കാലമൊക്കെ പറഞ്ഞല്ലോ. അവർ പിണറായി വിജയന്റെ പാർട്ടിയെ പിന്തുണച്ചിരുന്നു. പിണറായി വിജയന്റെ CPM പിന്തുണച്ചിരുന്നു. ജവാദ് എവിടെയായിരുന്നു? ജവാദ് ചോദിച്ചിട്ടുണ്ടോ ഇതിനെ കുറിച്ച്? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയിട്ട് അധികാരത്തിലെത്തിയ പിണറായി വിജയനോട് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ താങ്കൾക്ക് ആർജവമുണ്ടോ? ജവാദ് എവിടെയായിരുന്നു? ജവാദ് ഇത്രയും വർഷം ജവാദ് എവിടെയായിരുന്നു? RSSനെതിരെ പോരാടാൻ ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന കാലത്ത് പിണറായി വിജയന്റെ പാർട്ടിയെ പിന്തുണച്ചപ്പോ താങ്കൾ എവിടെയായിരുന്നു? താങ്കളുടെ ആക്ടിവിസം എവിടെയായിരുന്നു? താങ്കളെ ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്തടത്ത് വന്നിട്ട് ഗോൾ അടിച്ച് കളിക്കല്ലേ? താങ്കൾക്കെതിരെ പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇല്ലാത്തടത്ത് താങ്കൾക്ക് മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ ലീഗിന്റെ ഉത്തരവാദിത്വമല്ല. പക്ഷെ ഒരു കാര്യം പറയണം, ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്തടത്ത് വന്ന് ബോൾ അടിച്ച് കളിക്കുന്നത് അത്ര മിടുക്കല്ല ജവാദെ. താങ്കൾ പറയുന്നത് പിണറായി വിജയന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 9.5 വർഷമായിട്ട് കേരളത്തിലെ പോലീസ്, ആഭ്യന്തര വകുപ്പ് RSSന് അടിമവേല ചെയ്യുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ നാവ് ഉയർത്താൻ പറ്റാത്ത സുന്നി ആക്ടിവിസ്റ്റ് ആണ് പോലും. നാണമില്ലേ ഇത്ര വർത്തമാനം പറയാനായിട്ട്? താങ്കൾ പാവപ്പെട്ട കുട്ടികളെ ഈ മലപ്പുറത്തും കാസർഗോഡും കണ്ണൂരും ഒക്കെ പാവപ്പെട്ട കുട്ടികളെ തെരുവുനായ കടിക്കുന്ന വിഷയത്തിൽ ഒരു അഭിപ്രായം പറയും. വാക്സിൻ എടുത്തിട്ട് കുട്ടികൾ മരിക്കുന്ന വിഷയത്തിൽ ഒരു അഭിപ്രായം പറയും. പിണറായി വിജയന്റെ സർക്കാരിന് നേരെ നിന്ന് ഒരു അഭിപ്രായം പറയും. മധുരയിൽ പോയി കഫി അണിഞ്ഞിട്ട് കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നോക്കുന്ന ആ മതരാഷ്ട്രവാദം, ആ കുൽസിത രാഷ്ട്രീയവാദം, ആ സംഘപരിവാർ വാദമുള്ള പിണറായി വിജയനെ തിരുത്തിട്ട് പോവാ. എന്നിട്ട് ഞങ്ങളെ തിരുത്താൻ പറയാനായിട്ട്